Hi students, welcome to our zoology class. Plus 1 first class ആണ് നമ്മൾ it's the first time to meet അല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. Okay, hope you all are fine, hope you all are doing good. It's very late അല്ലേ നമ്മൾ കുറച്ച് ലേറ്റ് ബാച്ച് ആണ്, കുറേ കാര്യങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. So we can start today അല്ലേ, ഇന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാം. So we can start with the first chapter അല്ലേ, first chapter the living world. ഓക്കെ, ലിവിങ് വേൾഡ് അല്ലെങ്കിൽ അതിലുള്ള ഡൈവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ലിവിങ് ഓർഗാനിസം. സോ വാട്ട് ആക്ച്വലി ലിവിങ് മീൻസ്? എന്താണ് ലിവിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതിനെ ഡിഫൈൻ ചെയ്യാൻ കുറച്ച് ടഫാണ് അല്ലേ, നമുക്കൊരു കറക്റ്റ് എന്താണ് ഡെഫിനിഷൻ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ദർ ആർ മെനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വിച്ച് ആർ കോമൺ ടു ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനും അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനും എന്താണ് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഗസ് ചെയ്യാലോ. വാട്ട് മേ ബി? എന്തായിരിക്കും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് ഗ്രോത്ത് അല്ലേ, വളർച്ച. ഗ്രോ ചെയ്യും അല്ലേ. ലിവിങ്, ഇഫ് ഇറ്റ് ഈസ് ലിവിങ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗ്രോ. ഓക്കെ, അത് ജനിച്ച ഉടനെയുള്ള അവസ്ഥയിലായിരിക്കില്ല, കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ there occurs some change അല്ലേ, അതിൻ്റെ ബോഡി സൈസിലും കാര്യങ്ങളിലും ഒക്കെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. സോ ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ലിവിങ് ഓർഗാനിസം. ലൈക്ക് ദാറ്റ് വേറെന്തായിരിക്കും? റീപ്രൊഡക്ഷൻ. ഹാവൻ യു ഹേർഡ് അബൌട്ട് റീപ്രൊഡക്ഷൻ അല്ലേ? നമ്മൾ റീപ്രൊഡക്ഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലേ ലോവസ്റ്റ് ഗ്രേഡിലൊക്കെ പഠിച്ചു വന്നതാണ്. സോ റീപ്രൊഡക്ഷൻ ഇസ് അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം. പിന്നെന്തായിരിക്കും? ഗ്രോത്ത് പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ സെല്ലുലാർ ഓർഗനൈസേഷനിലും അതുപോലെ കോൺഷ്യസ്നെസ്, അങ്ങനെ ധാരാളം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് വിച്ച് ആർ യുണീക്ക് ടു ഓൾ ലിവിങ് ഓർഗാനിസം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പം നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. So we can start with the first characteristic feature of living organism, that is growth. ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ഓക്കെ, സോ വി നോ ദാറ്റ് ഇറ്റ് ഹാസ് ടു ആസ്പെക്ട് അല്ലേ. ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നമുക്ക് മാസിലുള്ള ഇൻക്രീസും അതേപോലെ നമ്പറിലുള്ള ഇൻക്രീസ് ആയിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ സെൽസ് ആവട്ടെ എന്തും ആവട്ടെ, മാസ് കൂടുന്നതായിട്ടും അതുപോലെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതും ബോത്ത് കം ഇൻ ദ ആസ്പെക്ട് ഓഫ് ഗ്രോത്ത് അല്ലേ. രണ്ട് കാര്യങ്ങളും ഗ്രോത്ത് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഗ്രോ ബൈ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദർ ലൈഫ് സ്പാൻ. പ്ലാന്റ്സിൻ്റെ കേസിൽ സെൽ ഡിവിഷൻ വഴിയുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ എന്താണ് ത്രൂ ഔട്ട് ദർ ലൈഫ് സ്പാൻ, അവരുടെ ലൈഫ് ടൈം മുഴുവനും അത് നടക്കുന്നതാണ്. Okay, and in animals the growth by cell division occurs only up to a certain age. But in the case of animalsന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നത്? ഒരു പ്രത്യേക സ്റ്റേജ് വരെയാണ് അല്ലേ, ഒരു പ്രത്യേക ഏജ് വരെയാണ് നടക്കുള്ളൂ. However, cell division is seen in certain tissues to replace the lost cell. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില ടിഷ്യൂസിൽ സെൽ ഡിവിഷൻ നടക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സെല്ല് ലോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ there occurs some cell division. Okay, and in unicellular organism it also grows by cell division. സെൽ ഡിവിഷൻ വഴി തന്നെയാണ് ഗ്രോ ചെയ്യുന്നത്. And non-living objects are grown by the accumulation of material on the surface. But in the case of living organism, growth എന്ന് പറയുന്ന ഒരു ഫീച്ചർ എപ്പോഴും ഇറ്റ് ഈസ് ഫ്രം ഇൻസൈഡ് അല്ലേ. ഗ്രോത്ത് ഇസ് ഫ്രം ഇൻസൈഡ്, ഉള്ളിൽ നിന്നും ഉണ്ടാവുന്ന അല്ലേ. അതിൻ്റെ സെല്ലിൻ്റെ എണ്ണം കൂടിയിട്ടായിട്ടും മാസ് നമ്പർ കൂടിയിട്ടായിട്ടും ഇൻസൈഡിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് മിനിമം ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലേ. ഓക്കെ, നൗ അടുത്ത ഫീച്ചർ നോക്കാം. So the second characteristic feature of living organism എന്ന് പറഞ്ഞത് റീപ്രൊഡക്ഷൻ ആണ് അല്ലേ. സോ വാട്ട് യു മെൻ ബൈ റീപ്രൊഡക്ഷൻ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം റീപ്രൊഡക്ഷനെ? എന്താണ് പ്രൊഡക്ഷൻ അല്ലേ, പ്രൊഡ്യൂസിങ് പ്രൊജനി വിച്ച് ആർ എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് പാരൻസ് അല്ലേ. പാരൻറ്റിൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിന് സിമിലർ ആയിട്ടുള്ള ഒരു പുതിയ പ്രൊജനി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ ദാറ്റ്സ് അബൌട്ട് റീപ്രൊഡക്ഷൻ. പിന്നെ നമുക്കറിയാം there are two forms of reproduction.
എന്തൊക്കെയായിരുന്നു? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സം മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ occurrence ഓഫ് ഗമീറ്റ്സ് അല്ലേ, ഗമീറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് പങ്കെടുക്കാതെ റീപ്രൊഡക്ഷൻ നടക്കുന്നതിൽ ബൈ അതർ മീൻസിലാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പഠിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടല്ലേ ഓരോ ഓർഗാനിസത്തിലുള്ളതൊക്കെ നമ്മൾ ഇനി അടുത്ത് പറയും. ഓക്കെ, ബഡിങ്, ഫ്രാഗ്മെന്റേഷൻ, അങ്ങനെ സ്പോർ ഫോർമേഷൻ, അങ്ങനെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ ലോവർ ക്ലാസ്സിൽ പഠിച്ചു വന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഒക്കേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് അല്ലേ, അവിടെ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഇൻവോൾവ് ആയിരിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ദർ ഒക്കേഴ്സ് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഇൻ വിച്ച് സൈഗോട്ട് ഫോംസ് അല്ലേ, സൈഗോട്ട് ഫോം ചെയ്യും. We can see that in different organism, different form of reproduction can be seen. ഇപ്പോൾ ഫംഗസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അസെക്ഷൽ സ്പോർസ് വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രൻ്റെ മീസ്റ്റിൻ്റെ ഒക്കെ കേസിൽ ബഡിങ് അല്ലേ, ബഡിങ് പ്രോസസ്സിലൂടെ റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. Like that in planaria, in the case of planaria, reproduction occurs through regeneration, and in some filamentous algae and all, there occurs reproduction by fragmentation. ഓക്കെ, അപ്പോൾ ചില യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഇപ്പോൾ ബാക്ടീരിയ പോലെയുള്ള അതുപോലെ ആൽഗകൾ, യൂണിസെല്ലുലാർ ആൽഗെ, അമീബ, അതിലൊക്കെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിനോണിയമസ് വിത്ത് ഗ്രോത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ എ നമ്പർ ഓഫ് സെൽസ് ആണ് അവിടെ നടക്കുന്നത്. റീപ്രൊഡക്ഷനും ഗ്രോത്തും ഒരേ ആസ്പെക്റ്റ് ആണ് എന്ന് പറയാം ചില യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് റീപ്രൊഡക്ഷൻ അല്ലേ. റീപ്രൊഡക്ഷൻ ജനറലായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ ചില ഓർഗാനിസത്തിൽ ഡിഫറെൻറ്റ് മോഡലാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഇൻ മെനി ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യാത്തതായിട്ടുണ്ട്. ഇപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൽ തന്നെ ഇപ്പോൾ വർക്കർ ബീസിൻ്റെ ഒക്കെ കേസിലാണ്, ഈ ഹണി ബീസിലുള്ള വർക്കർ ബീസ്, അതേപോലെ തന്നെ ഹ്യൂമൻ കപ്പിൾസിലും ചില കപ്പിൾസൊക്കെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടാവും, അവരും റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ കുറച്ച് എക്സെപ്ഷണൽ കേസസും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ തേർഡ് ഫീച്ചർ. Okay, the third characteristic features of living organism is metabolism. Reproduction പോലെ living organism മാത്രം കാണിക്കുന്ന ഒരു characteristic feature ആണ് metabolism. So what is metabolism? It is a sum total of all chemical reactions that occurs in our body. അല്ലേ, നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു വിധംപ്പെട്ട എല്ലാ കെമിക്കൽ റിയാക്ഷൻ്റെ സം ടോട്ടലിന് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയും അല്ലേ. അതിലിപ്പോൾ എന്തൊക്കെ വിടും? നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞൂടെ. ഇപ്പോൾ ഡൈജഷൻ അല്ലേ, നമ്മൾ ഫുഡ് ഇൻടേക്കിംഗ്, അത് എന്നിട്ട് എന്താണ് ഒരുപാട് സ്റ്റേജസിലൂടെ ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ടാണ് ഫൈനലി വി ആർ എലിമിനേറ്റിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ. അതൊരു മെറ്റാബോളിക് റിയാക്ഷൻ ആണ്. അതുപോലെ ഒരുപാട് ഹോർമോൺസിൻ്റെ ആക്ഷൻ ആവട്ടെ, കിഡ്നിയുടെ ഫംഗ്ഷൻ ആവട്ടെ, അങ്ങനെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. സോ ദ സം ടോട്ടൽ ഓഫ് ഓൾ ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ ആക്ച്വലി നോൺ ആസ് മെറ്റാബോളിസം. അതിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നത്. And then comes the next characteristic feature, that is cellular organization. കോശഘടന അല്ലേ. നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസിൽ നിന്നാണ്. either may be one cell or more than one cell അല്ലേ. So all organisms, we can say that all organisms are made up of one or more cells. They may be unicellular. അതിൻ്റെ ബേസിൽ നമുക്ക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ അല്ലേ, അങ്ങനെ യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഇസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. ലിവിങ് ഫോംസിനെ ഡിഫൈൻ ചെയ്യുന്ന ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബോഡി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ബോഡിയിലുള്ള സെല്ലുലാർ ഓർഗനൈസേഷൻ്റെ ബേസിലാണ് ഓരോ ലൈഫ് ഫോംസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ ലൈഫ് ഫോംസിൻ്റെ ഫീച്ചേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിലുള്ള സെല്ലുലാർ ഓർഗനൈസേഷൻ അല്ല, മറിച്ചൊരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അമീബൻ്റെ കേസിൽ, അതുപോലെയല്ല വേറെ ഓർഗാനിസത്തിൻ്റെ കേസിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് there occur some differences, and based on that differences we can define the life forms, different life forms. അപ്പോൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതും ലിവിങ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. Clear? Another characteristic features of living organism are consciousness. Conscious ആവുക അല്ലേ.
വാട്ട് യു മെൻ ബൈ ദാറ്റ്? എന്താണ് കോൺഷ്യസ്നെസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പം ലിവിങ് ഓർഗാനിസംസ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാനും കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാൻ കഴിയുക. അതിലുള്ള ശബ്ദങ്ങളും അതിലുള്ള എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും, അങ്ങനെ നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാനും അതിന്ന് വരുന്ന ഒരുപാട് സ്റ്റിമുലസ് ഉണ്ടാവും. ആ സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ കഴിയുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി കോൺഷ്യസ്നെസ് എന്ന് പറയുക. Okay, it's the ability to sense the environment and also to respond to the stimuli. ഒരുപാട് സ്റ്റിമുലസ് ഉണ്ടാവും അല്ലേ? കെമിക്കൽ സ്റ്റിമുലസ്, ബയോളജിക്കൽ, ഫിസിക്കൽ സ്റ്റിമുലസ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഉദ്ദീപനങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇതിനൊക്കെ സെൻസ് ചെയ്യുക. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യാനൊക്കെ ഉള്ള കഴിവിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So we can say that consciousness is the defining property of living organism. ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇസ് ദ ഓൺലി ഓർഗാനിസം ഹാവിങ് സെൽഫ് കോൺഷ്യസ്നെസ്. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെയുള്ള ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് ഹ്യൂമൻ ബീങ്സ് മാത്രമാണെന്ന് നമുക്ക് പറയാം അല്ലേ? What about in the case of plants? പ്ലാന്റ്സിൻ്റെ ഒക്കെ കേസിൽ എങ്ങനെയാണ്? പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് അല്ലേ? നമുക്കറിയാം പ്ലാന്റ്സ് അതിൻ്റെ ചുറ്റുപാടിലുള്ള ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ പൊല്യൂട്ടൻസ്, അതുപോലെ വേറെയുള്ള ഓർഗാനിസം അതിനനുസരിച്ചൊക്കെ റെസ്പോണ്ടൻസ് കാണിക്കുന്നുണ്ട് പ്ലാന്റ്സ്. നമ്മൾ പഠിക്കൂലേ ഡീറ്റെയിൽ ആയിട്ട്? അത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കാണിക്കുന്ന ഭാഗത്തോട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒരു ചെറിയ ചായ്വ് കാണിക്കും. അപ്പോൾ അവിടെ ലൈറ്റിന് റെസ്പോണ്ട് ചെയ്യാണ്. അവിടുത്തെ സ്റ്റിമുലസ്, ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിന് നമ്മുടെ പ്ലാന്റ് ഇസ് ഗിവിങ് ആൻ റെസ്പോൺസ്. അപ്പോൾ അതെന്താണ്? കോൺഷ്യസ്നെസ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചറിനും ചില ഓർഗാനിസത്തിനോട് എന്താണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ റെസ്പോൺസ് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനോട് പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഫോട്ടോ പീരിയഡ്. എന്താണ് ഫോട്ടോ പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് അല്ലേ? ഇറ്റ് അഫക്ട്സ് ദ റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ്. ഇപ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെ ഒക്കെ കേസിൽ ഫോട്ടോ പീരിയഡ് അനുസരിച്ചിട്ട് അവരുടെ റീപ്രൊഡക്ഷനെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് നമ്മുടെ ഓർഗാനിസംസ് ഒരു റെസ്പോൺസ് കാണിക്കുകയാണ്. അത് അവൻ്റെ റീപ്രൊഡക്ഷൻ്റെ കേസിലാവട്ടെ, മറിച്ച് അതിൻ്റെ ഗ്രോത്തിൽ ഒക്കെ സ്റ്റിമുലസിന് റെസ്പോണ്ടൻസ് കാണിക്കും. അപ്പം അങ്ങനെ ഒരു നമ്മുടെ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് അവിടെയുള്ള സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ ഭാഗമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് കോൺഷ്യസ്നെസ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഡിഫൈൻസ് ആ ലിവിങ് ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. So we have come across through certain characteristic features of living organism. ഒരു organism living ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ it should undergo certain unique characteristic features. അതാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ കുറഞ്ഞ ഗ്രോത്ത് പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു, അതേപോലെ സെല്ലുലാർ ഓർഗനൈസേഷൻ പറഞ്ഞു, അതുപോലെ കോൺഷ്യസ്നെസ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി പോർഷൻസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.